الرجيم بسم الله الرحمن الرحيم ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് രാജ്യമെങ്ങും ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി മാറുന്നുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരു ദിനം നമ്മൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിച്ചതുപോലെ ചരിത്രത്തെ വക്രീകരിക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനികളായി മുന്നിലുണ്ടായിരുന്ന ആളുകളെ ചരിത്രത്തിന്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരായ ആളുകളുടെ പാദസേവ നടത്തുകയും ഇന്ത്യൻ ജനാധിപത്യത്തെ ഒറ്റുകൊടുക്കുകയും ബ്രിട്ടീഷിന് വേണ്ടി വിടുപണി ചെയ്യുകയും ചെയ്ത ആളുകൾ പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറുന്നു എന്നുള്ള വേദനയേറിയ ഒരു സംഭവം പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് നിങ്ങളുടെ ഊർജം നശിപ്പിക്കരുത്, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകളെയും രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുന്നതുവരെ നിങ്ങൾ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള ഗോൾവർക്കേറിയൻ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും വെള്ളക്കാരുടെ അടിമത്തത്തിൽ നിന്ന് കൊള്ളക്കാരുടെ അടിമത്തത്തിലേക്ക് രാജ്യം മാറി നിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഈ 78 വർഷം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളും ഒക്കെ പ്രത്യേകിച്ച് കുട്ടികളെ, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഇസ്ലാമിന്റെ ഒരു സവിശേഷമായ ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കാനുള്ള വളരെ പ്രത്യേകമായ ചില സ്കീമുകളൊക്കെ വെച്ച് പ്രവർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ഇത് നമ്മൾ AICTE ഇപ്പോൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ വളരെ മുമ്പേ ചെയ്തു തുടങ്ങുന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു വർത്തമാനകാല പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഡിവൈനിലെ പ്രവർത്തകരെ കാണുമ്പോൾ പ്രത്യേകിച്ച് അതിൽ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, വളരെ ശാന്തമായ ഒരു പെരുമാറ്റത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്. പല ആളുകളും വളരെ ശാന്തമായ പെരുമാറ്റത്തിലേക്കും സവിശേഷമായ മുഖഭാവത്തിലേക്കും വളരെ നമ്മൾ പറയില്ല, ഒരു ഈമാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, അതിലേക്ക് എത്തിയ കുറേ ആളുകൾ ഇതിനകത്തുണ്ട്. ഞാൻ പലരെയും നേരിട്ട് അറിയുന്ന ആളുകളാണ്. ഇതൊരു മുഖപ്രശംസ നിങ്ങൾ എല്ലാവരും ഞാൻ പ്രശംസിക്കുന്ന അർത്ഥത്തിലൊന്നും എടുക്കേണ്ട, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ എടുക്കേണ്ട. പക്ഷെ അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പുറത്തു നിൽക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരാൻ പല കാരണങ്ങളുണ്ട്. അതിനകത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഭാവനയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ സംഭാവനയുണ്ട്, MESന്റെ സംഭാവനയുണ്ട്, MSSന്റെ സംഭാവനയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് സുന്നി വിഭാഗങ്ങൾ മുമ്പത്തെക്കാളും ഒക്കെ ആ മേഖലയിൽ കടന്നു വന്നിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പ്രസ്ഥാനങ്ങളെ കൂടുതലായി ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കാണുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ പറയുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അത് ഏറ്റവും പുതിയൊരു അനുഭവമാണ്. ഇത്തരത്തിൽ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ ആണ് പലപ്പോഴും മുസ്ലിങ്ങളുടെ ഈ പറയുന്ന മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി വന്നിട്ടുള്ളത്. അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിൽ നമ്മളെ പിന്തിരിപ്പിച്ച മതപരമായ അതിരുകിടന്ന മതപരമായിട്ടുള്ള ഒരുതരം എന്താ പറയുക ഒരു പ്രതിപത്തിയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ നമുക്ക് ഒരുപക്ഷെ നമ്മൾ ആവശ്യമുള്ള പല കാര്യങ്ങളെയും ആധുനികമായ പല കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് വളരെ കൂടുതലായി വിശ്വാസപരമായ ചില കാര്യങ്ങൾ കടന്നു പോയത് കൊണ്ടുകൂടി ആയിരിക്കാമെന്ന് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളിലെങ്കിലും. അതിന്റെ ആ ചർച്ച ഇതല്ലാത്തതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കടക്കുന്നില്ല. നോളജ് ഈസ് പവർ എന്ന് പറയുന്ന ഒരു അർത്ഥവാക്യം തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നല്ല 200 യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ വർഷവും പുറത്തു വരുന്ന ദ ബെസ്റ്റ് 200 യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് എന്ന ലിസ്റ്റ് ടൈംസ് ലിസ്റ്റ് എന്നാ പറയാ. അതിൽ 75% യൂറോപ്പിലെയും അമേരിക്കയിലെയും യൂണിവേഴ്സിറ്റികളാണ്. നമ്മുടെ IIT-കൾ പോലും 301, 302. ഇൻഡോർ IIT ആണ് ആ ലിസ്റ്റിൽ വന്ന 300ാമത് നിൽക്കുന്ന സ്ഥാപനം. നമ്മൾ പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന IIT-കൾ പോലും ഈ ലിസ്റ്റിൽ വരുന്നില്ല. ദ ബെസ്റ്റ് 200 യൂണിവേഴ്സിറ്റീസ്. അതിനുള്ള ഒന്ന് രണ്ട് മാനദണ്ഡങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ആകുന്നുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എത്ര പേറ്റന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. എത്ര പുതിയ പേറ്റന്റ് നിങ്ങൾക്കറിയാലോ.
പുതിയ കണ്ടുപിടുത്തത്തിന് ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ കിട്ടുന്ന വിശേഷമായ ഒരു മൊണോപ്പൊളിയാണ്, ഒരു കുത്തക അവകാശമാണ് പേറ്റന്റ്. എത്ര പേറ്റന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു യൂണിവേഴ്സിറ്റി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആവാനുള്ള മാനദണ്ഡങ്ങൾ, പല മാനദണ്ഡങ്ങളിലും ഒന്ന്. അങ്ങനെ നോക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വരുമ്പോൾ, അന്താരാഷ്ട്ര റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഒന്നുമല്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ, ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു എംപവർമെന്റ് സംഭവിക്കാതെ ഇല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ ലേഖനം എഴുതിക്കൊണ്ടേയിരിക്കും. മറിച്ച് പഠിക്കുക, പ്രവർത്തിക്കുക, സമൂഹത്തെയും രാഷ്ട്രത്തിനും ലോകത്തിനും ഗുണകരമായി പ്രവർത്തിക്കുന്ന മനുഷ്യരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. താങ്ക് യു. മഹ്മൂദ് അൽ ഹസൻ എന്ന 14 വയസ്സുകാരനായ വിദ്യാർത്ഥിയിൽ നിന്നും ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ആരംഭിക്കുന്നത്. പിന്നീട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ സിൽക്ക് ലെറ്റർ മൂവ്മെന്റ് എന്ന ഒരു പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് മൗലാന മഹ്മൂദ് അൽ ഹസൻ ദൈബന്തി റഹ്മത്തുള്ളാഹി അലൈഹി ശക്തമായ രൂപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിലകൊള്ളുന്നത്. അദ്ദേഹം തന്നെ വാർത്തെടുത്ത അദ്ദേഹത്തിന്റെ ശിഷ്യനായ ദൈബന്ത് ദാറുൽ ഉലൂമിന്റെ സന്തതിയായിട്ടുള്ള ഹുസൈൻ അബ്ദുൽ മഅദനി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹവും മാൾട്ട ജയിൽ അനുഭവിച്ച കനത്ത മർദ്ദനങ്ങൾ, ബ്രിട്ടീഷുകാർ പോലും അവരുടെ മുന്നിൽ, ആദർശത്തിന് മുന്നിൽ, ഈമാനിന് മുന്നിൽ തോറ്റുപോകുന്ന ഒരു സാഹചര്യം. പിന്നീട് ദൈബന്തികളുടെ ശക്തമായ കടന്നുവരവനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. പലപ്പോഴും ബ്രിട്ടീഷുകാർ പരാജയത്തിന്റെ രുചികൾ അനുഭവിച്ചറിയുന്നത് ഈ ദൈബന്തികളുടെ ശക്തമായ കടന്നുവരവോടുകൂടിയാണ്. അപ്പൊ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിലൂടെയാണ് ഈമാനികവും ഇസ്ലാമികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുക എന്നുള്ള മഹത്തുക്കളുടെ വലിയൊരു കാഴ്ചപ്പാടിന്റെ മറ്റൊരു ഭാഗമാണ് ബഹുമാന്യനായ ഉദ്ഘാടകനായ റഷീദ് സാർ ഇവിടെ സൂചിപ്പിച്ചു വന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദേശത്തിൽ ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. വർഗീയത, നമ്മുടെ ഇന്ത്യയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത് വർഗീയത എന്നുള്ള ആ ഒരു നാശം പിടിച്ച സംഗതികളെ ഒഴിവാക്കാനുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുക. അതിന് നല്ല ബോധത്തോടു കൂടിയുള്ള ക്രിയാത്മകമായിട്ടുള്ള പക്വതയോടുള്ള പ്രവർത്തനങ്ങളോട് കൊണ്ട് മാത്രമേ മുസ്ലിം സമുദായത്തിന് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. തൽക്കാലം കരച്ചിലുകൾ അവസാനിപ്പിക്കുക. വർഗീയതയെ പരമാവധി വളർത്തി വലുതാക്കുക എന്നത് ചില തൽപര കക്ഷികളുടെ ഗൂഢമായ താല്പര്യങ്ങളും കൂടിയാണ്. ഇന്ത്യൻ ജനത അവരുടെ വ്യത്യസ്തമായ കഴിവുകളെ ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം വർഗീയ ചിന്തകളാൽ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടിലാണിന്നിപ്പോൾ. മാതൃരാജ്യത്തെ സേവിക്കേണ്ടതിന് പകരം വർഗീയവാദികൾ മതഭ്രാന്ത് ബാധിച്ച് പരസ്പരം തമ്മിൽ തല്ലിച്ചാകാനും സ്വന്തം സഹോദരന്മാരുടെ സമ്പത്ത് കൊള്ളയടിക്കുവാനും പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൊടിയ നാശത്തിൽ നിന്നും മുക്തരാവണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരമാണ് ഡിവൈൻ സ്റ്റുഡൻസ് അക്കാഡമിയുടെ ചുണക്കുട്ടന്മാർ അവർ തയ്യാറാക്കിയ ഈ സ്കിറ്റിലൂടെ നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. മുസ്ലിം ഉമ്മത്തുകളെ കുറിച്ചും മറ്റ് മതസ്ഥരുടെ സാഹോദര്യത്തെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുകയും ഏറ്റവും നല്ല ഒരു നാളേക്ക് വേണ്ടി കഠിനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് അദ്ദേഹത്തെ ഒരു സദസ്സിലോ അതല്ലെങ്കിൽ ഒരു മുഖ്യധാരയിലൊന്നും കാണാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി ഊണും ഉറക്കവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് എം റഷീദ് സാറ്. അപ്പോൾ നല്ല ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി ഒരു പ്രോഗ്രാമിനെ സാന്നിധ്യം വരെയുള്ള മഹത്തരമാക്കിയ എം എ റഷീദ് സാറിനും ഞാൻ എൻ്റെ പ്രത്യേകമായും അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു നല്ല സന്ദേശം നൽകിയ ഡിവൈൻ ഖുർആൻ അക്കാഡമിയുടെ ഏറ്റവും ആദരണീയനായ ഡയറക്ടർ അൻസർ ഫാറൂഖി അവർകൾ, അതുപോലെ ഇവിടെ സ്കിറ്റ് അവതരിപ്പിച്ച ഡിവൈൻ സ്റ്റുഡൻസ് അക്കാഡമിയുടെ കുട്ടികൾ, ഓൺലൈൻ എക്സാമിലൂടെ സമ്മാനം നേടിയവർ, ഓൺലൈൻ എക്സാമിൽ അറ്റൻഡ് ചെയ്തവർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡിവൈൻ ഖുർആൻ അക്കാഡമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന നമ്മുടെ വുമൻസ് അക്കാഡമിയുടെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നൂറാനിയ ബാച്ചുകാർ, അങ്ങനെ എല്ലാ ബാച്ചുകൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അവസാനിച്ചത് അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.